പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം,
അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്ന് നിക്കിയ സുനഹദോസിലെ ആണ് നമ്മുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചത്. വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രോഡീകരണത്തിൽ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറ എന്നപ്പോൾ ഈശോ പറഞ്ഞാണ് ഇത് ഈ നിക്കിയ സുനഹദോസും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ചു നേരം വിസ്മയിച്ചിരുന്നത്. അതായത് AD 325 നിക്കിയ സുനഹദോസിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കയിൽ തുർക്കിയിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് പോയത്. അപ്പോൾ പരിശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോൾ അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ കുറേ ആവാന്തര സഭകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആരെയും പ്രതിനിധി അവിടെ ഇല്ല. നിക്കിയ സുനഹദോസിൻ്റെ കാലത്തുണ്ടായിരുന്ന അലക്സാൻഡ്രിയൻ പാർത്തിയാർക്കിസ്, സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അതുപോലെ തന്നെ റോമൻ പാർത്തിയാർക്കിസ് അവരെല്ലാം അവിടെ സംഘടിപ്പിച്ച് കൂടിയത്. അപ്പം അന്ന് വിശ്വാസ പ്രമാണത്തിന് എടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ്? അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളൊന്നാണത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ 26:64 മത്തായിയുടെ സുവിശേഷം, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുമെന്ന്. മത്തായി 26:64. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പൊ അത് ക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യമാണ്. നിങ്ങൾ കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? പിതാവിന്റെ വലതുഭാഗത്ത്, ശക്തിയുടെ വലതുഭാഗത്ത് ഈശോ ഇരിക്കണ കണ്ടതാരാ? സ്റ്റീഫനാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പൊ നിങ്ങൾ കാണുമെന്ന ഈശോ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? എസ്തപ്പാനോസ് ആ കാഴ്ച ആദിമസഭയുടെ കാഴ്ചയാണ്. ആദിമസഭയുടെ കാഴ്ചയാണ് നിക്കിയ സുനഹദോസ് ക്രോഡീകരിക്കുന്നത്.
അതാണ് നമ്മൾ ഇന്നും പറയണത്. അതാ എക്യാസോനോസിൻ്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടതാണ്, നമുക്കിത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ ആ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗക്കാഴ്ച ദൈവം അവനെ കാണിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ കാഴ്ച കാണണം. അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. എൻ്റെ പേര് ചിഞ്ചു അലക്സ്. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്നാണ് വരുന്നത്. അവിടെ സെൻറ്റ് ജോർജ് മങ്ങാടാണ് എൻ്റെ ഇടവക. ഞാൻ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2018 തുടങ്ങിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. ആദ്യം ഞാൻ ഹാർഡ് എക്സാം എഴുതി, അത് 2 പ്രാവശ്യം എഴുതിയിട്ടും ഫെയിലായി. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അത് ഞാൻ OET എഴുതി നോക്കി. OET പറഞ്ഞ പോലെ 2 പ്രാവശ്യം എഴുതി, എന്നിട്ട് അതിനും പാസ്സായില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ കോവിഡിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം അതും ജോലിക്ക് കയറി ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം ഇതേപോലെ തന്നെ OET എഴുതി കഴിഞ്ഞപ്പം അന്ന് ഞാൻ OET എഴുതാൻ പോകുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പിന്നെ എവിടേക്കാണോ പോകേണ്ടത് ആ സ്കോർ മാത്രമേ തരാവുള്ളൂ എന്ന്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ചാഞ്ചാട്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് എവിടേക്കാണോ പോകേണ്ടത് അത് മാത്രമേ തരാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മെറ്റേണിറ്റി പീരീഡ് ആയിരുന്നു. അപ്പോൾ മെറ്റേണിറ്റി ലീവ് 6 മാസം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ OETക്ക് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ചെറുതായിരുന്നതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് എക്സാം എഴുതി കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. പിന്നെ അത് 2024 ഞാൻ എക്സാം എഴുതിയത്. അതിനുശേഷം പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഈ അയർലൻഡിനൊക്കെ DL വാലിഡിറ്റി ഒക്കെ 1 ഇയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഇയർ ആവാറായി. ഏകദേശം ഇപ്പോൾ ഈ ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ എൻ്റെ DL അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സാം എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു 3-4 മാസത്തോളമൊക്കെ പ്രോസസ്സിങ് പിടിക്കും നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായി. ഇത് ഇത്രയും കാശ് മുടക്കി, ഇത്രയും നമ്മുടെ കുഞ്ഞിനെ പോലും ഞാൻ നോക്കാണ്ടാണ് ഈ എക്സാം പഠിക്കാനൊക്കെ ആയിട്ട് ഇരുന്നത്. എന്നിട്ട് മാതാവിന് എനിക്കിത് തന്നിട്ട് ഞാൻ ഇത്രയും കാശും ചിലവാക്കി ഒത്തിരി കടം വാങ്ങിച്ചു ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം. ഈ 2018 തുടങ്ങി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ എക്സാമുകൾക്കും വേണ്ടിയിട്ടും ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒരു 5-6 ലക്ഷം രൂപേൻ്റെ അടുത്ത് കടം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വീട്ടാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടുമില്ല. അപ്പോൾ കടം കൂടുന്നതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. ഞാൻ പതുക്കെ ഒരു ചെറുതായിട്ട് നിരാശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വന്ന് ഉടമ്പടി എടുത്തത്, ഈ 2025. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അന്ന് അച്ഛനെ കാണാൻ, അതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്ന് ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാൻ അച്ഛനെ വന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ DLൻ്റെ പേപ്പറൊക്കെ ആയിട്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അത് കൊടുത്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് 17-ാം തീയതി ഇൻ്റർവ്യൂ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അത് എവിടേക്കാണെന്നോ ഏത് മാസമാണെന്നോ ഇതൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അത് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞു. സെപ്റ്റംബറിൽ ഒരു അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറായി. അപ്പം അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ 17-ാം തീയതി നോക്കി, അടുത്ത 17-ാം തീയതി നോക്കി. അപ്പോൾ അവിടെ ഒന്നും അനക്കം കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല ഏപ്രിലിലേക്കും കിട്ടുമായിരിക്കും. ഏപ്രിൽ 17 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ 17-ാം തീയതി ആണല്ലോ പറഞ്ഞത്, അപ്പോൾ ഏപ്രിലിലേക്കായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ഒരു ഡെൻമാർക്കിലേക്ക് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ കുറച്ച് കാശൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതിലും വലിയ പകുതി വെച്ച് അതും ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്നു, ഇൻ്റർവ്യൂ വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ചിലപ്പോൾ ഇവിടെ ഈ നാട്ടിൽ തന്നെ കിടന്ന് ഈ ഉള്ള കടമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഒക്ടോബറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഖത്തറിലേക്കാണ്,
അപ്പം നീ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഈ നേഴ്സായതുപോലും എനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫീൽഡൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ എളുപ്പമാർഗം നഴ്സിംഗ് ആണ് എന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രം. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അത്ര വലിയ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരല്ല. അപ്പം നമുക്ക് അതും ഒരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം അതിനെല്ലാത്തിനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. അപ്പം പിന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഖത്തർ അത് എൻ്റെ സ്വപ്നത്തിൽ ഇതുവരെയും ഞാൻ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവൾ പറഞ്ഞ ഏജൻസിക്കാരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റിലാണ്. അപ്പോൾ കാലിക്കറ്റിൽ ഒക്ടോബർ 17 ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 17 അച്ഛൻ പറഞ്ഞ 17 അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് അവിടെ വരെ പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ 17 പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് എനിക്കങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല, കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാലും അറ്റൻഡ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ തോന്നി, 17 അല്ലേ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് അല്ലേ, എന്തായാലും മാതാവും ഈശോയും എനിക്കിത് ഒരു വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവരെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് അവരോട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, ഈ 2018 തുടങ്ങി നടന്നിട്ടുള്ള ഈ തടസ്സങ്ങൾ മുഴുവനും കളയാൻ പരുവത്തിലുള്ള ഒരു വലിയൊരു എന്താ പറയുക ടൈം ഷോർട്ടനിങ് എന്നൊക്കെ പറയില്ലേ, അത് അവിടെ ശരിക്കും ഞാൻ കണ്ടു. കാരണം 2 മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നു. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഡിസംബർ 20 പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ഡിസംബർ 20 എന്തായാലും പോകാൻ പറ്റില്ല, ഈ കണ്ട കാലം മുഴുവൻ ഞാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഈ 2 മാസം കൊണ്ട് എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചു. അപ്പം അവരെന്നോട് ഈ എക്സാം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, എന്നത്തേക്ക് എക്സാം ഡേറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എക്സാം ഡേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടൈമൊക്കെ വേണ്ടേ. ഇപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ അബുദാബി എക്സാമൊക്കെ ജോലി റിസൈൻ ചെയ്ത് 1 വർഷം ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് അത്രയ്ക്കുള്ളൊരു കഴിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വലിയൊരു കഴിവുണ്ട് എന്നുള്ളത്. ഇപ്പോൾ OET ആണെങ്കിലും കുറേ വട്ടം ഞാൻ എഴുതി. അപ്പം അങ്ങനെ ഒത്തിരി പഠിച്ചിരുന്നിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം ഓടിപ്പോയി എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ആ സമയത്ത് ഡേറ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിനി ഡിലേ ആക്കാൻ കഴിയില്ല, കാരണം എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കടങ്ങൾ വരുത്തിയതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഒരാൾ അഡ്മിഷൻ ആവും, അത് കഴിഞ്ഞ് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആൾ അഡ്മിഷൻ ആവും, ഇത് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതെന്തായാലും നീട്ടണ്ട, എന്തായാലും മാതാവും ഈശോയും കൂടി പറഞ്ഞിട്ടുള്ള ഡേറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും അവർ തന്നെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ആ ഡേറ്റ് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ നവംബർ 25 ഡേറ്റ് എക്സാം ഡേറ്റ് എടുത്തു. അപ്പം നവംബർ 25 എക്സാം ഡേറ്റ് എടുത്തു. അത് ഒക്ടോബർ 25 മുമ്പാണത് എടുത്തത്. അന്ന് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു. അപ്പം ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് അന്ന് ഞാൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല, എനിക്ക് വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ആ ബുദ്ധിമുട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ വരുന്നത്, പക്ഷേ എനിക്ക് അടുത്ത മാസം ഈ സമയത്ത് ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പോൾ നീ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ, അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ എക്സാമിന് എന്നെ പാസ്സാക്കണം, എനിക്ക് നല്ല പേടിയുണ്ട്, ഇതിന് മുമ്പ് എഴുതിയതൊക്കെ തോറ്റതുകൊണ്ട് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും അഖണ്ഡ ജപമാല കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ പിറ്റേ മാസം പോയി എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ ഒട്ടും ടൈം കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടി തന്നെ മക്കൾ 2 പേരും 2 പ്രാവശ്യമായിട്ട് അഡ്മിഷനായി. അപ്പം അതെല്ലാം കൂടി എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമോ പഠിക്കാനുള്ള ടൈമോ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്യൂട്ടി, അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്ത് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് വന്നത്. എനിക്കവിടെ ഇടയ്ക്കിടയ്ക്ക് ലീവ് വരിക, ഞാൻ ലീവ് കൂടുതൽ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. ഞാനൊരു 4-5 വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഒരു
കുറച്ച് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് നടന്നത്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അവിടുന്ന് റിസൈൻ ചെയ്ത് പോരണം എന്നായി. പക്ഷെ റിസൈൻ ചെയ്ത് പോരണമെങ്കിൽ ഞാനിവിടെ എക്സാം പാസ്സാവാണ്ട് എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഏജൻസിക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സാം മാത്രമല്ല മെഡിക്കലും ഒരു പ്രശ്നമാണ്, മെഡിക്കലും ഫിറ്റ് ആവണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്തു. കാരണം എനിക്ക് പഠിക്കാൻ പിന്നെ അത് റിസൈൻ ചെയ്യുന്നത് നവംബർ 15-ാം തീയതിയാണ് റിസൈൻ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് എനിക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദിവസമുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ കുറേ ഫങ്ഷൻസും കാര്യങ്ങളും വന്നു. അപ്പോൾ എനിക്ക് പഠിക്കാൻ തീരെ സമയമില്ല. കിട്ടിയ സമയത്ത് ഇത്തിരി പഠിച്ചു, ബാക്കിയൊക്കെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി, എക്സാം കഴിഞ്ഞു. അപ്പം തന്നെ റിസൾട്ട് വന്നു, പാസ്സായി എന്നുള്ള റിസൾട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ അച്ഛൻ അന്ന് പറഞ്ഞ 17-ാം തീയതി അപ്പോൾ വെറുതെ അല്ലായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫെയിൽ ആവേണ്ട ഒരു എക്സാമാണ്. അത്ര വലിയ ഈസി ഒന്നും ആയിരുന്നില്ല. പണ്ട് എഴുതിയ പോലെ തന്നെയായിരുന്നു അന്നും എനിക്ക്. പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു ബേസിൽ എന്തൊക്കെയോ കുറച്ച് വ്യത്യാസം വന്നല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വന്നില്ല. എന്നാൽ പോലും ടെൻഷനോടുകൂടി നമ്മളിരുന്ന് എഴുതുമ്പോൾ നമ്മൾക്കെല്ലാം ശരിയായിട്ട് തോന്നും. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അടുത്തത് മെഡിക്കലാണ്. മെഡിക്കലിന് ഡേറ്റ് കിട്ടുന്നില്ല. അപ്പം ഇവർ പറഞ്ഞു ഇനി ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. കാരണം ഇവിടെ മുമ്പ് പോയിട്ടുള്ള കുട്ടികളിലൊക്കെ അവിടെ ചെന്നിട്ടൊരു കോമ്പിറ്റൻസി എക്സാം ഉണ്ട്. അപ്പോൾ അതിന് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ടീമിന് ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്യണം. അതും കൂടി കഴിഞ്ഞാലേ മെഡിക്കൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പാസ്സായാലും ഇനി മെഡിക്കൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഇത് വന്നു. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ടീമിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ വന്നു. അതും അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് മെഡിക്കലിനെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും പാസ്സായി. മെഡിക്കലും എടുത്തു. മെഡിക്കലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു വിസ വന്നു എന്ന് പറഞ്ഞു. വിസ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിസ എന്നൊരു വാക്ക് കേൾക്കാൻ, അതിനു മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ അഖണ്ഡ ജപമാലയ്ക്ക് 2024 അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ വന്നിരുന്നു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് എന്നാ പോകാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ അടുത്ത അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പോഴെങ്കിലും വിസ എന്നുള്ളൊരു വാക്കെങ്കിലും കേൾക്കാൻ എനിക്ക് പറ്റണേന്ന്. കാരണം അതൊരു കുറേ നാളത്തെ ഒരു ആഗ്രഹമായതുകൊണ്ട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം അഖണ്ഡ ജപമാലയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് രാവിലെ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ കൊടുക്കണം, അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ വിസ കിട്ടി. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞു, പിന്നെ എന്നോട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു ഡിസംബർ 20 അന്ന് പോവാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിത് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഈ ഡിസംബർ ഇത്രയൊക്കെ ശരിയായാലും ഇത് അടുത്ത മാസത്തേക്ക് ജനുവരിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയില്ല. അതിന് മുമ്പ് ഡിസംബർ 20 എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് 26-നാക്കിയിട്ടുണ്ട്. അപ്പം മറ്റന്നാളാണ് ഇപ്പോൾ എനിക്ക് പോകാനുള്ള ഡേറ്റ് വന്നേക്കുന്നത് അവിടെ. അപ്പം ഞാൻ ഇത്രയും നാൾ ഇതിന് മുമ്പാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം എന്നെ പ്രാർത്ഥിക്കുന്നവർ, അതായത് നന്നായി പ്രാർത്ഥിക്കുന്നവർ എന്നെ കാണുമ്പോൾ പറയുന്നത് മുഴുവൻ തടസ്സങ്ങളാണ്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയാറ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ലല്ലോ, എന്നാൽ അവർക്ക് വേണ്ടി കുർബാന എത്തിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനങ്ങനെ കുർബാന എത്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവും ഈശോയും അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തതുകൊണ്ട് അതുവഴിയും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ പോലും നമ്മൾക്ക് ഇനിയും കടമ്പകൾ ഉണ്ടാവാം, പുതിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ മറികടക്കാനുള്ള അനുഗ്രഹവും ഈശോയും മാതാവും തരുന്നതന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ പുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആരെയും തേടി പോകേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരും, മോളെ പൈസ ഉണ്ടോ, ഭക്ഷണം വാങ്ങിക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാനാണെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അധികം ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ ഞാനങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലൊന്നും അങ്ങനെ കൊണ്ടുപോയി പത്രം കൊടുക്കാറില്ല. അറിയാത്തവർക്കാണ് കൂടുതലും പത്രങ്ങൾ കൊടുക്കാറ്. ആദ്യമൊക്കെ മടിയായിരുന്നു, പിന്നീട് പക്ഷെ അത് മടി കുറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഞായറാഴ്ച കുർബാനകൾ മുടക്കുന്ന ഒരു പതിവ് എനിക്ക് മുമ്പുണ്ടായിരുന്നു. മടി കാരണം ഞാൻ മുടക്കാറുണ്ട്. പക്ഷേ ഇപ്പം മാക്സിമം ഞാൻ പോവാറുണ്ട്. കുർബാനകളൊന്നും മുടക്കാറില്ല. ഞായറാഴ്ചകൾ എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റാറില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും.
നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ തന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. ചിഞ്ചു എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ചിഞ്ചുവിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു വലിയ ജോലി സംരംഭമാണ്. ഈ മകൾക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തെ പ്രതി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് OET പല പ്രാവശ്യം ഫെയിലായ ഒരു വലിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നതും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ ഈ മകളോട് പറഞ്ഞു, ഒരു 17 എന്ന ഡേറ്റ് കൊടുത്തു. മകൾ 17 എന്ന ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു. 17-ാം തീയതി തന്നെ ഈ മകൾക്ക് കൃത്യമായി വിസയ്ക്കുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഈ മകൾക്ക് ലഭിച്ചു എന്ന് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് ഒരു ഡേറ്റ് തരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രോമിസ്, ഒരു ദർശനം നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അച്ഛൻ്റെ ആസ്തിയിൽ നിന്നാണത്. 40 വർഷത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഫലമായി ലഭിച്ചിട്ടുള്ള ആസ്തിയിൽ നിന്നാണ് ഒരു പ്രോമിസ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളിവിടെ പറയുകയുണ്ടായി, ഞാൻ പണ്ടൊന്നും അങ്ങനെ കൃത്യമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോ വെളിപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു, എനിക്കൊരു ആസ്തി ഉണ്ടാകണം. ഒരു സിവിൽ സ്കോറിന് വേണ്ടി ഈ മകൾ തുടങ്ങി വെച്ച ഒരു വലിയ പ്രാർത്ഥനാ രീതി ആവിഷ്കരിക്കപ്പെടുകയുണ്ടായി. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന അർപ്പിക്കുക എന്നുള്ളൊരു വലിയ പ്രാർത്ഥന. നാം പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ നെടുവീർപ്പുകൾ പ്രാർത്ഥനകളായി പ്രതിഫലിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഏതെല്ലാം അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നാം കണ്ടുമുട്ടുന്നവരിലെല്ലാം എനിക്ക് കാരുണ്യം തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈശോയെ കൈമാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന റൈറ്റ് ട്രാക്കിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം ഇവിടെ വന്ന് പരീക്ഷ ബുദ്ധിമുട്ടുള്ളവരും ഹോൾ ടിക്കറ്റുമായി കാത്തിരിക്കുന്നവരെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമീപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആ ഒരു ആസ്തിയിൽ നിന്നാണ് നമുക്ക് നൽകുന്ന ഒരു വലിയ നിർദ്ദേശം. ഈശോ നമുക്ക് നൽകുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ, ഈ എഗ്രിമെൻ്റ്, ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഈ പ്രാർത്ഥനാ പദ്ധതിയിൽ നാം കരാർ വയ്ക്കുമ്പോൾ, നാം ഒപ്പുവയ്ക്കുമ്പോൾ 99+1 എന്നുള്ളത് =100. ഈശോയ്ക്ക് 1ഉം 99ഉം ഈക്വലാണെന്ന് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിലൂടെ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ 100% വാഗ്ദാനവും നമ്മുടെ 100% പരിശ്രമവും ചേരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു 100% വിളവ് ലഭ്യമാകുന്നതെന്ന് ചിഞ്ചുവിൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാ യോഗ്യതകളെയും നാം സബ്മിറ്റ് ചെയ്ത് ഞാനൊരു 0 ആയി എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ നമ്മിലേക്ക് ഒഴുകുന്നത്, നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ലഭിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും, വിസ പ്രോസസ്സിംഗ് നടക്കുന്ന എല്ലാ മക്കൾക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ചിഞ്ചുമോളുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. എൻ്റെ പേര് സിസ്റ്റർ സനി സിസിലി. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ സിൽ എന്ന ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. എൻ്റെ കോൺവെൻറ്റ് എറണാകുളം വെണ്ണല എന്ന സ്ഥലത്താണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 16/9/2024 കഴിഞ്ഞ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു വർഷം ഞാൻ ഉടമ്പടിയിൽ തീരുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും ധാരാളമായി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാത്ത ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അധികാരികൾ കഴിഞ്ഞ സെപ്റ്റംബർ
എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 വർഷം തികയുന്ന ആ സമയത്ത് സെപ്റ്റംബറിൽ എൻ്റെ അധികാരികൾ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ട്രാൻസ്ഫർ തരികയുണ്ടായി. ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണിത്. അപ്പം അങ്ങനെ സെപ്റ്റംബർ തുടങ്ങിയപ്പോൾ മുതൽ 2ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും പേപ്പർ വർക്കുകൾ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അമേരിക്കയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം സ്ട്രഗിൾ നേരിടുന്നൊരു സമയമാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചു. എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു തടസ്സങ്ങളുടെ ഒരു മാല തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, തടസ്സങ്ങൾ തുടങ്ങുമ്പോൾ അത് ഉറപ്പാണ് പരിശുദ്ധ കൃപാസനം മാതാവ് നമ്മുടെ കൂടെ എന്ന് തന്നെയുള്ള തെളിവാണെന്ന്. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ അമേരിക്കൻ എംബസിയിൽ എൻ്റെ അധികാരികൾ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും അതിൽ കുറച്ച് അവർ 2ാമത് ഇത് പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ട് ഇനിയും കുറച്ച് പേപ്പറുകൾ കൂടി അവർ ആവശ്യപ്പെട്ടു. അത് ഒരിക്കൽ പോലും നമ്മുടെ അധികാരികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ തുടർച്ചയായിട്ട് പരിശുദ്ധ അമ്മയിലും ഈശോയിലും ആശ്രയിച്ചുകൊണ്ട് ഇത് ദൈവഹിതമെങ്കിൽ നടത്തിത്തരണമെന്ന് പറഞ്ഞ് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരിക്കൽ പോലും അവർ ചോദിക്കാത്ത രീതിയിലുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് എംബസിയിൽ നിന്ന് അപ്രൂവേഷൻ ലഭിച്ചു. ഇനി 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അതിലെനിക്ക് വളരെയധികം വിശ്വാസമായിരുന്നു. കാരണം ഈ അമേരിക്കൻ വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സിംഗ് ആണ്. അപ്പം പല പേപ്പറുകളും സബ്മിഷൻസും അപ്രൂവേഷനും വിസയും അതെല്ലാം കിട്ടാനുണ്ട്. അപ്പം പല മെയിലുകളും എനിക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡേറ്റുകൾ, പ്രത്യേകിച്ച് ഒക്ടോബർ 7, അതുപോലെ 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ്, അതുപോലെ 22, 24 എന്നീ ഡേറ്റുകൾ ഞാനിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എത്രയൊക്കെ ഡേറ്റുകൾ ഇട്ടിരുന്നോ ആ എല്ലാ ഡേറ്റുകളും തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അതിൻ്റെ മെയിലായിട്ടും അപ്രൂവേഷൻസ് ആയിട്ടും എല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം പിന്നീട് അപ്രൂവേഷൻ കിട്ടിയതിന് ശേഷം എനിക്ക് ചെന്നൈയിൽ അമേരിക്കൻ എംബസിയിലെ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തു. പക്ഷേ അവിടെ നിന്ന് USA നിന്ന് എനിക്കയച്ച ആ അപ്രൂവേഷൻ ലെറ്റർ, ഇത്ര നാളും പെൻഡിങ് ആയി കിടന്ന് അപ്രൂവേഷൻ കിട്ടിയ ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഒറിജിനൽ കോപ്പി വേണമായിരുന്നു. അവിടെ നിന്ന് അവരഴക്കുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി എനിക്ക് കിട്ടണം. ആ കോപ്പിയും കൊണ്ടാണ് ഞാൻ US കോൺസുലേറ്റിൽ ചെന്നൈയിൽ പോകേണ്ടത്. പക്ഷേ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട ആ പേപ്പർ, എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാരണം അത് അവിടെ ക്ലൈമറ്റ് വെതർ തണുപ്പായതുകൊണ്ട് അവർ ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റ് വേറെ വഴി പോയി അമേരിക്കയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് സ്ഥലത്തേക്ക് അത് മാറിപ്പോയി. അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ എങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചിരുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഇത് ദൈവഹിതമാണെങ്കിൽ എനിക്ക് തരും, ഇല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി മാതാവിനെ കാണാൻ വേണ്ടി രാവിലെ ഞാനും അമ്മയും അപ്പച്ചനും കൂടി രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ആൻറ്റി ഫോണിൽ മെസ്സേജ് അയച്ചു, ലെറ്റർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഡൽഹിയിൽ എത്തിയെന്ന് രാവിലെ തന്നെ മെസ്സേജ് വന്നു. അപ്പം എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ അമ്മേനെ കാണാൻ വരുന്ന രാവിലെയാണ് ആ മെസ്സേജ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. എന്നിട്ടും പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ടും അത് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഡൽഹിയിൽ തന്നെയായിരുന്നു കിടക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഇത് ദൈവഹിതമെങ്കിൽ അമ്മ എനിക്ക് തരിക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന്. അങ്ങനെ അതിനുശേഷം എനിക്ക് ബയോമെട്രിക് ചെക്കിങ്ങും അതുപോലെ ഇൻ്റർവ്യൂവും ചെന്നൈയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബയോമെട്രിക് ചെക്കിങ്ങിന് വേണ്ടി ഞാൻ 9-ാം തീയതി ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നേരത്തെ പോയി, 11-ാം തീയതി ആയിരുന്നു. പക്ഷേ 9-ാം തീയതി ഞാൻ പോയത് കൊണ്ട് എനിക്ക് അതെൻ്റെ കയ്യിൽ കിട്ടാതെയാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിൽ പോലും അത് ബയോമെട്രിക്കിന് വേണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് മാത്രം മതിയായിരുന്നു. ഇൻ്റർവ്യൂ 18-ാം തീയതി ആയിരുന്നു.
ഞാൻ അവിടെ 11-ാം തീയതി ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു 11-ാം തീയതി എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ എനിക്ക് എൻ്റെ കോൺവെൻറ്റിൽ വന്നെന്നുള്ളത്. അതിനിടയിലും കുറേ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണെങ്കിലും അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് 2019 മുതൽ. ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാനന്ന് എൻ്റെ മനസ്സിൽ മാതാവ് കാണിച്ച ഡേറ്റായിരുന്നു 11. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയും തടസ്സങ്ങൾ നീണ്ടെടുത്ത് 16-17 ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ആ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണം മാതാവ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റാണ് 11. ആ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് ഇത്രയും വളഞ്ഞ് മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ഇത് 18-ാം തീയതി ആദ്യത്തെ ഡേറ്റ് കിട്ടിയത്, ഇൻ്റർവ്യൂവിന് കിട്ടിയത് ജനുവരി 6 പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ടെൻഷൻ എടുപ്പിച്ച് എന്നെ ഇരുത്തല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കതൊന്ന് ഇത്തിരി നേരത്തെ ആക്കിത്തോ തന്നെ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്മസ് ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നീട് ഡിസംബർ 18-ാം തീയതി ആക്കി കിട്ടുകയും എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോവുകയും ഇൻ്റർവ്യൂ വളരെയധികം സ്മൂത്തായിട്ട് പോവുകയും, കാരണം അവരെന്നോട് എനിക്ക് 2 ക്വസ്റ്റ്യൻസിന് മാത്രമേ എനിക്ക് സെൻറ്റൻസിൽ ആൻസർ പറയേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ യെസ് എന്ന് പറയുന്ന ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ എംബസിയിലിരുന്ന ആ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടാതെ വന്നപ്പോൾ വേറൊരു 18-ാം തീയതി ആയിരുന്നു അത്, നവംബർ 18. ഞാൻ തലേ ദിവസം രാത്രി എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാണ്, അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് രാത്രി ഞാൻ 18-ാം തീയതി രാത്രി എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അത്ഭുതമെന്നോണം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ രാവിലെ എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നേക്കുന്നു. എൻ്റെ ആൻറ്റി എനിക്ക് മെയിൽ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു വാട്സപ്പിൽ, നിൻ്റെ വിസ അപ്രൂവ്ഡ് ആയിന്ന്. അപ്പം എനിക്ക് സന്തോഷം കണ്ണീരാണ് വന്നത്. കാരണം വചനത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ 18-ാം തീയതി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അവരുടെ വാഗുകൊണ്ട് എനിക്ക് കേൾക്കണം കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അതുപോലെ മാതാവിനോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആ മാഡം യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, വിത്തിൻ 1 വീക്ക് യു വിൽ റിസീവ് ദ പാസ്പോർട്ട്. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതിനുശേഷം ഞാൻ തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ തന്നെ പറഞ്ഞു പോയി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്രൂവേഷൻ കഴിഞ്ഞപ്പോൾ, മാതാവേ ക്രിസ്മസിന് സമ്മാനം എന്നോണം എനിക്ക് ഉണ്ണീശോയിൽ നിന്ന് ഇത് 24-ാം തീയതി നീ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം 25-ാം തീയതി ഇവിടെ പാസ്പോർട്ട് ഓഫീസോ ഒന്നും ഇല്ല താനും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്കിത് 24-ാം തീയതി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ആ കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ എൻ്റെ റൂമിലുള്ള മാതാവിൻ്റെ ഫ്രണ്ടിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചതായിരുന്നു ഇത്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്താ എൻ്റെ വിസ വരാത്ത 22-ാം തീയതി എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്താണാവോ വരാത്തതെന്ന്. ഞാൻ ഈ കാര്യം വിട്ടുപോയായിരുന്നു. പിന്നീട് ഞാൻ 23-ാം തീയതി അവിടെ ചെന്ന് അന്വേഷിച്ചു വരാഞ്ഞപ്പോൾ. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ പറഞ്ഞു സിസ്റ്ററിൻ്റെ വിസ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആധാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, ഞാൻ ആധാർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ നാളെ വരിക എന്ന്. അപ്പോൾ നാളെ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ വിസ 23 വന്നെന്ന്. എൻ്റെ കയ്യിൽ എനിക്ക് വിസ മാതാവ് തന്നത് ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന് സമ്മാനമായിട്ട് ഉണ്ണീശോയിൽ നിന്ന് വാങ്ങി തന്നാണ് എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഈ വിസ. ഇതിനൊന്നും യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈശോയും മാതാവും ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കര വണ്ടറാണ്. എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അധികാരികളാണ് എനിക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത്. എൻ്റെ ടിക്കറ്റ് ഡേറ്റ് ഡിസംബർ 31 രാവിലെ 4 മണിക്ക്. ഞാൻ വേറൊരു സിസ്റ്ററും കൂടിയുണ്ട്, ഞങ്ങൾ 2 പേരും കൂടി US പോവുകയാണ്. ഞാൻ അമേരിക്കയിൽ എത്തുന്നതും അവിടുത്തെ 31-ാം തീയതിയാണ്. കാരണം അമേരിക്കയും ഇന്ത്യയും വ്യത്യാസമുണ്ട്, രാത്രിയും പകലും. അപ്പോൾ ഇവിടുത്തെ 31-ാം തീയതി ഞാൻ പോകുന്നു. അവിടുത്തെ രാവിലത്തെ ഉച്ചക്ക് 12:50 ഞാൻ 31-ാം തീയതി അമേരിക്കയിലെത്തും. ന്യൂ ഇയറിന് തൊട്ട് മുൻപായിട്ടാണ് ഞാൻ അമേരിക്കയിലെത്തുന്നത്.
പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരു പുതുവർഷം ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഒരു രാജ്യത്തേക്ക് എൻ്റെ മിഷണറി ആയിട്ട് കൊണ്ടുപോകുന്നതിന് ദൈവനാമത്തിനും പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് സിസ്റ്റർ ആയതുകൊണ്ട് കൂടുതലും ഞാൻ പേപ്പറുകൾ കൊടുക്കുമായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ കടകളിലൊക്കെ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഓട്ടോയിൽ സ്റ്റാൻഡിൽ കൊടുക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സും ഈ പണിയൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ്, അപ്പം ചേട്ടനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യുമല്ലോ. ആദ്യമൊക്കെ ഒരു മടിയുണ്ടായെങ്കിൽ പോലും പിന്നീട് ഞാൻ അത് വാങ്ങിക്കൊടുത്തു. അതുപോലെ ചെന്നൈക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എനിക്ക് ഭാഷ അറിയത്തില്ല, തമിഴ് ഹിന്ദി ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ തമിഴ് പേപ്പർ വാങ്ങിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അവിടുത്തെ 2-3 അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ തമിഴ് പേപ്പറും കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കോൺഗ്രിഗേഷനിലെ വേറെ സിസ്റ്റേഴ്സും അവരും ഞങ്ങൾ മിഷൻ കോൺഗ്രിഗേഷനാണ്, ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വേറെ മറ്റു സിസ്റ്റേഴ്സും ആണെങ്കിലും അതുപോലെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും ഇങ്ങോട്ട് സാക്ഷ്യം വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം പല ബൈബിളിലെ വചനങ്ങളെല്ലാം എത്രയോ അർത്ഥവത്താണ്. വചനം മാംസം ധരിച്ച ഈശോയുടെ തിരുനാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് സത്യമാണ് എന്നതാണ് ഈ ഒരു സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നീട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കാണെങ്കിലും പ്രാർത്ഥിച്ച 2 വചനങ്ങളാണ്. സഫാനിയ 3:17 വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മധ്യേയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വചനം പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പം ഈ വചനങ്ങളെല്ലാം എനിക്ക് വളരെയധികം ആശ്വാസം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് മുതൽ ഞാനെടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഒരു വർഷം തികയുന്നത് വരെ, അതായത് എന്നെ മാതാവ് കൊണ്ടുപോകുന്നത് ഒരു ന്യൂ ഇയർ വർഷത്തിലേക്കാണ്. അടുത്ത ന്യൂ ഇയർ വർഷം വരെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും ഓരോ ബൈബിൾ വചനം ഇടുന്ന ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടുണ്ട്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കൃപാസന മാതാവ്, പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് എത്രയോ കറക്റ്റായിട്ടുള്ള സമയത്താണ് എന്നെ അമ്മ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നിൽ പോലും നമ്മൾ ഒരിക്കലും ആകുലരാകുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ വേണ്ട എന്ന് ഇതെന്നെ പഠിപ്പിച്ചു. കാരണം എപ്പോഴാണോ ദൈവം നമുക്ക് വേണ്ടി സമയം ഒരുക്കി വെച്ചിരിക്കുന്നത്, സമയത്തിൻ്റെ തികവിൽ പരിശുദ്ധ കൃപാസന മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തൻ്റെ പ്രിയപുത്രനായ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും എന്നതിനുള്ള വലിയ ഉറപ്പാണ് എൻ്റെ ഈ സാക്ഷ്യം. ദൈവത്തിനും എന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സിസ്റ്റർ സാനിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. സമയച്ചുരുക്കത്തിൽ അധികാരമുള്ള അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ സിസ്റ്റർ സാനിയിൽ വർഷിച്ച ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചായിരുന്നു സഹോദരി ഇവിടെ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എത്ര വലിയ അകലെ നിൽക്കുന്ന കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകുന്നതിനുള്ള ഒരു മാതൃകാ സാക്ഷ്യമായി നമുക്കിതിനെ മനസ്സിലാക്കാം. നമുക്കറിയാം, മലയാളികളെ പ്രേക്ഷിതരായി ദൈവം തിരഞ്ഞെടുക്കുന്നതും വിവിധ ദേശങ്ങളിലേക്ക് അയക്കുന്നതും ഈശോ നൽകിയ പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വലിയ തീരുമാനം നമ്മളിലൂടെ നിറവേറാൻ വേണ്ടിയാണ് മലയാളികളായ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ഒരു ദേശത്തിൻ്റെ വിവിധ കോണുകളിലേക്കായി പറഞ്ഞയക്കുന്നത്. ഇസ്രായേൽക്കാരെ 12 ഗോത്രങ്ങളായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, അവർക്ക് വിവിധ ദേശങ്ങൾ അനുവദിച്ചു കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് മാത്രം ഒരു ജനതയായ ലേവി ഗോത്രത്തിന് ഒരു ദേശം അവർക്ക് സ്വന്തമായി കൊടുത്തില്ല. കാരണം ഞാൻ തന്നെയാണ് നിൻ്റെ ഓഹരിയും അവകാശവും എന്ന് ദൈവം ലേവിയോട് അരുളി ചെയ്ത് നമുക്ക് ഓർത്തെടുക്കാം.
സന്യാസ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ ബ്യൂട്ടി അതാണ്. നമുക്കൊന്നും തന്നെ എവിടെയും സ്വന്തമല്ല, ആരുടെയും സ്വന്തമല്ല. ദേശം മുഴുവനും ലോകം മുഴുവനും ഈശോയെ എത്തിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് നാം എവിടെയായാലും ഈശോയുടെ അടുത്തേക്ക് പോകുന്നതും ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതും. സിസ്റ്റർ സാനിക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് USA ഒരു വലിയ ദേശത്തേക്ക് പോയി അവിടെയുള്ള മക്കൾക്ക് ഈശോയെ അറിയുവാനും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹവും ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹവും അഭിഷേകവും നൽകിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും എല്ലാ സമ്മർദ്ദങ്ങളെയും എല്ലാ സാങ്കേതിക തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായി ഈ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചു. തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ ആൻ്റണി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എടത്വ പാണ്ടി ഫാത്തിമ മാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മെയ് 10 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു സ്റ്റുഡൻ്റായിരുന്നു. എല്ലാ കുട്ടികളെയും പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും പാസ്സായി പോകുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ +2 ഞാൻ അങ്ങനെ പാസ്സായി പോയതിന് ശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ തന്നെ പാസ്സായിപ്പോയി. വല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പാസ്സായിപ്പോയി. അതിനുശേഷം 2022 മെയ് 10 ഞാൻ തേർഡ് ഇയർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മേനെയും തിരുക്കുമാരനെയും കൂട്ടുപിടിക്കുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കുരിശുവര പ്രാർത്ഥനയും മുടക്കത്തില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു. അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാം ആയപ്പോൾ ഞങ്ങൾക്ക് 1 അവറോളം കൂൾ ഓഫ് ടൈമാണ് എക്സാമിന്. അപ്പോൾ എക്സാം സെൻറ്ററിലേക്ക് ഞാൻ പോയി. ആ 1 അവർ കൂൾ ഓഫ് ടൈമിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃപാസന ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി, എൻ്റെ കൈകളിൽ പുരട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ അമ്മയുടെ കാശുരൂപം, വെഞ്ചരിച്ച കാശുരൂപം ഒരു കൊന്തയിലാക്കി അത് കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാം തുടങ്ങിയപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ എക്സാം എഴുതുക. പക്ഷെ അന്ന് ഞാൻ ആ 4th ഇയറിലെ എക്സാമിന് എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപമുണ്ട്. എൻ്റെ കൈ എത്ര വിയർത്താലും ഞാൻ ആ കാശുരൂപം താഴെ വെക്കത്തില്ലായിരുന്നു. കൈ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പോലും ഞാൻ എൻ്റെ ഇടത് കൈയിൽ അത് പിടിച്ചിട്ടുണ്ടാവും, അതൊന്നും ഞാൻ താഴെ വെക്കത്തില്ലായിരുന്നു. എന്നിട്ട് വലത് കൈ കൊണ്ട് എക്സാം എഴുതി. എനിക്കൊന്നും തല പൊക്കി നോക്കാൻ പോലും സമയമില്ല. അതുപോലെ ആശയങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് എൻ്റെ പേന ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. സാധാരണ പോലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു ദിവസം പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണെന്ന്. അപ്പം ഞാൻ ഓർത്തു പാസ്സാവുമായിരിക്കും, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും, എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മിടുക്കും ഒരു കൃപയും ഒരു കഴിവും ഇല്ലാത്ത എനിക്ക് ഡിസ്റ്റിങ്ഷൻ പ്ലസ് ആ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു ഞാൻ. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലാസ്സിൽ MBBSന് സീറ്റ് കിട്ടാഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ടായിരുന്നു. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുൻപിൽ ഞാനെങ്ങനെ ആ ക്ലാസ്സിൽ ടോപ്പറായെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കാശുരൂപം എത്ര കൈ കഴിച്ചിട്ട് ഞാൻ ആ കാശുരൂപം താഴെ വയ്ക്കാഞ്ഞതിൻ്റെ ബലമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡിസ്റ്റിങ്ഷൻ പ്ലസ് ക്ലാസ് ടോപ്പർ ആവാൻ സാധിച്ചതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതിനുശേഷം നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം OET റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലാഞ്ഞ സമയമായിരുന്നു. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ എക്സ്പീരിയൻസിന് കയറി. ഞാൻ ഡൽഹിയിലേക്കായിരുന്നു എക്സ്പീരിയൻസിന് പോയത്. അപ്പോൾ 2 വർഷത്തോളം ഞാൻ അവിടെ 1 വർഷവും 11 മാസമായി. അപ്പോൾ പതുക്കെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളെല്ലാം പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഞാനും പോകണമല്ലോ, എങ്ങോട്ടേക്ക് പോവും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഏജൻസിക്കാരെല്ലാം ഒരുപാട് പൈസ പറയുവാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഇനി എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരോട് ഇനിയും പൈസ ചോദിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നിങ്ങനെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയുണ്ട്, ഒഡേപെക് എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട്, ആ ഏജൻസിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അതിൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം ആ ഫ്രണ്ട് എനിക്കൊരു നമ്പറും തന്നു. ആ ഒഡേപെക്കിലെ സ്റ്റാഫിൻ്റെ നമ്പറായിരുന്നത്. അപ്പം ഞാൻ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സൗദിയിലേക്കൊക്കെ ഉണ്ട്, പക്ഷേ ഡാറ്റ ഫ്ലോയും എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ 1.5 ലക്ഷം രൂപയോളം വരും. അപ്പം ഞാൻ ഓർത്ത്, അത്രയും പൈസ എങ്ങനെയാണ് ഈശ്വര എന്നിങ്ങനെ ഓർത്തിട്ട് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം
എനിക്കൊരു ദിവസം ഡ്യൂട്ടി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ രാവിലെ ഉടമ്പടി പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ മാതാവേ, എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങയുടെ കയ്യിലാണെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ്സ് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ സ്റ്റാഫിന് ഒരിക്കലും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും തിരക്കുകളൊക്കെ ഉള്ളൊരു സ്റ്റാഫാണ്. എത്രയോ കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫോംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്ന ആളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബെൽജിയത്തിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എന്തെങ്കിലും ആവട്ടെ, അവർ പറഞ്ഞു നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി മാതാവിൻ്റെ ഇഷ്ടം ഞാൻ ബെൽജിയത്തിലേക്ക് പോകാനാണോ, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ ബെൽജിയത്തിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ എൻ്റെ CV യും മറ്റു ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. 800-900 കുട്ടികളോളം നേഴ്സിംഗ് സ്റ്റുഡൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതിൽ 200 പേരുടെ CV ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. ആ 200 പേരിൽ അവർ എൻ്റെ CV യും സെലക്ട് ചെയ്തു. അങ്ങനെ CV ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്, ബെറ്റർ ഒരു കഫേ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഫേ പോയി. പതിവ് പോലെ തന്നെ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്നെ, എൻ്റെ ഇടത് കയ്യിൽ തന്നെ ഞാനത് പിടിച്ചേക്കുമായിരുന്നു. നെറ്റിയിൽ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ വലത് കയ്യിൽ, മൗസ് ഉപയോഗിക്കേണ്ട കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി. എന്നിട്ട് ഞാൻ തുടങ്ങി. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, എല്ലാം ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ കണ്ടിട്ട് പോലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നേഴ്സിംഗ് റിലേറ്റഡേ അല്ല ഒന്നും. എന്നിട്ട് ഞാൻ ഓർത്ത് എന്താ ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയമെടുത്ത് ഞാൻ ആലോചിച്ച് പേപ്പറിലൊക്കെ വരച്ചൊക്കെ നോക്കി ഉത്തരം കിട്ടുമെന്ന്. സമയം പോയതല്ലാതെ എനിക്കതിൻ്റെ ഉത്തരമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 1 മണിക്കൂറത്തേക്കാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യന് തന്നെ ഒരു 45 മിനിറ്റോളം എടുത്തു, ഇനിയും 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് ഓപ്ഷൻസ് ഉള്ള എക്സാം ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇനി ബാക്കി എന്തും വരട്ടെന്ന് വെച്ച് ചുമ്മാ ഓരോരോ ഓപ്ഷൻസ് അങ്ങ് ഞെക്കി പോയി. അങ്ങനെ ഞാൻ 1 അവർ കൊണ്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോയി, ഇനിയും കിട്ടൂല, ഇതും പോയി, അപ്പോൾ ബെൽജിയം ആയിരിക്കില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആനുവൽ ലീവിന് വേണ്ടി നാട്ടിൽ വന്നു. ആനുവൽ ലീവിന് നാട്ടിൽ വന്ന സമയമായിരുന്നു ഏപ്രിൽ മാസമായിരുന്നു, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസം എനിക്കിങ്ങനെ ഒഡേപ്പയ്ക്കിൽ നിന്ന് വിളി വന്നു, നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പാസ്സായെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായെന്ന്. കാരണം അതിലൊരു ക്വസ്റ്റ്യൻസ് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഒരെണ്ണം പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്ന സമയം കൊണ്ട്, ഞാൻ ഡൽഹിയിൽ വെച്ചായിരുന്നു എനിക്ക് ആ കോള് വന്നിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് 3 ദിവസത്തെ യാത്രയുണ്ട്. അതും എനിക്ക് ആനുവൽ ലീവ് വരുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ അടുത്ത ഇൻ്റർവ്യൂവും എനിക്ക് വേണ്ടി മാതാവ് ഒരുക്കി വെച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. തിരുവനന്തപുരത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ബെൽജിയത്തിലുള്ള വർഗീവേഴ്സുമായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ അവരോട് ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ ഇനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ലേ. ആരും ചവിട്ടാത്തരത്ത് ഒരിടത്ത് കൊണ്ടാണ് ഞാൻ ആ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. പതിവ് പോലെ തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവരെന്തൊക്കെയോ ചോദിച്ചു, അത് ഇംഗ്ലീഷിലായിരുന്നു. അതെന്തൊക്കെയോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിസൾട്ട് എപ്പോഴേലും വരട്ടെ, എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോന്നു. ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ അവർ വിളിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്തെ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇനി എങ്ങനെയാണോ വരുന്നത്, ഇപ്പം ഞാൻ ആനുവൽ ലീവ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഇനി എങ്ങനെ ഞാൻ അവധി ചോദിക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എന്തോ എൻ്റെ ഇൻചാർജ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിനായിരുന്നു, ആ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് കയറി. അന്ന് ഇൻ്റർവ്യൂവിൽ വെച്ച് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആവുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ വിളിച്ചില്ലെങ്കിൽ നിങ്ങളിതിൽ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ അന്ന് പോയ കുറച്ച് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അവരെല്ലാവരെയും 2 ദിവസം കൊണ്ട് വിളിച്ചു, പക്ഷെ എന്നെ മാത്രം വിളിക്കുന്നില്ല. ഞാൻ ഓർത്തു ഇനി ഞാൻ സെലക്ട് ആയില്ലേ, എന്നെ വിളിക്കുന്നില്ലേ, ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്, ഇനിയും എനിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ ഓർത്ത് എന്നാൽ പോയി ഇനി നിന്നിട്ട് കാര്യമില്ല, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ICU ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ഡ്യൂട്ടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റണില്ലായിരുന്നു. എപ്പോഴും ഞാൻ ഇത് തന്നെ ചിന്തിക്കുന്നു, ഇത്രയും വരെ എത്തിയിട്ടും മാതാവ് എന്താ എനിക്ക് തരാതെ പോയത്, ഇത്രയും ഇൻ്റർവ്യൂ ഞാൻ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ വന്ന് ചെയ്തതല്ലേ, എന്നിട്ട് എന്താ തരാതെ പോയെന്നുള്ള ഓർത്തുള്ള വിഷമമായിരുന്നു എനിക്ക്.
അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും എറണാകുളത്ത് നിന്ന് കോൾ വന്നു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ 24 അവർ റിസൈൻ വെച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കറിയത്തില്ല എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ മേന്മയോ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയത്. അങ്ങനെ സെലക്ട് ആയതിനു ശേഷം ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക്, എനിക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ഡച്ച് ആയിരുന്നു, ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അമ്മ എന്നോട് പറയുമായിരുന്നു അവിടേക്ക് പോകുന്നു, പക്ഷേ ഉടമ്പടി ജീവിതം മുടക്കരുത്, കുർബാനയ്ക്കൊക്കെ എന്നും പോകണം. എറണാകുളം ലൂർദിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊന്നും വിശുദ്ധ കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ഒന്നും ഒരു മുടക്കവും ഇല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞായിരുന്നു അതൊന്നും മുടക്കരുത്, അതൊക്കെ കൂടണമെന്ന് തന്നെ പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ അത്ഭുതം. എനിക്ക് കിട്ടിയ 2 റൂംമേറ്റ്സും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ്ങിൽ സെപ്റ്റംബറിൽ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ അസസ്മെൻറ്റിലും നല്ലൊരു വിജയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അങ്ങനെ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ 6 മാസവും ഞാൻ പഠിച്ചത് സ്റ്റൈഫൻ്റോട് കൂടിയാണ്. ഞാൻ മാതാവിനോട് എങ്ങനെയെങ്കിലും കുറഞ്ഞൊരു തുകയ്ക്ക് എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതുവരെ 1 രൂപ പോലും മുടക്കില്ലാതാണ് ഞാൻ പോകുന്നത്. ഈ വരുന്ന ജനുവരി 13-ാം തീയതി ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ടിക്കറ്റ്, എൻ്റെ വിസ എല്ലാം തന്നെ എനിക്ക് കിട്ടി. ഈ ജനുവരി 13-ന് ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പൈസ കിട്ടി പഠിച്ചു, പ്ലസ് എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു. ലാപ്പ്, ബുക്ക്, പുസ്തകം എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. അവർ നമ്മളെ സ്പോൺസർ ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ നടത്തി. ഞാൻ ഈ വരുന്ന ജനുവരി 13-ന് പോവുകയാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലായിടത്തും ലൂർദ് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും വാർഡുകളിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. അക്രൈസ്തവരാണെങ്കിലും കൊടുക്കുന്ന ആരും തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ അവരത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരത് വാങ്ങിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവരുടെ വിഷമം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ ഞാനത് കേട്ടിരിക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചും കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സുഭാഷിതങ്ങൾ അധ്യായം 4, 8, 9 തിരുവചനങ്ങൾ. അവളെ അമൂല്യമായി കരുതുക, അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവൾ നിന്നെ ആദരിക്കും. അവൾ നിൻ്റെ ശിരസിൽ മനോഹരമായ പൂമാലയണിയിക്കും, നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും. ത്രേസ്യാമ്മ എന്ന ഈ മകൾ നമ്മോട് പങ്കുവച്ചത് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തത് മുതൽ BSc നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മകൾ ഓടി വന്ന് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ഈ ഒരു പുതിയ അറ്റംപ്റ്റിൽ, എൻ്റെ ഈ യൗവനത്തിലെ ഈ ഒരു പുതിയ പഠനത്തിൽ, എൻ്റെ ഭാവിയിലേക്കുള്ള ഈ കാൽവയ്പിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കൃത്യമായിട്ടും നമുക്കറിയാം, ത്രേസ്യാമ്മ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കഷ്ടിമുഷ്ടി എല്ലാ വിഷയങ്ങളിലും വളരെ ബുദ്ധിമുട്ടി പാസ്സാകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകളെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ബെൽജിയം വരെ ഡച്ച് ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് അവിടേക്കാണ് ഇന്ന് മകളെ കൊണ്ടുപോകുന്നത്. ഈ മകൾക്കുള്ള വിസയും ടിക്കറ്റും എല്ലാം ഫ്രീ ആണ്. ഇവർ മകളുടെ പഠനം, എല്ലാ പഠന ഉപകരണങ്ങളും, ലാപ്ടോപ്പ്, എല്ലാ സാധനങ്ങളും പരിശുദ്ധ അമ്മ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഈ മകൾക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ഓർത്തെടുക്കാം, ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ഒന്നും തന്നെ ആകുലപ്പെടേണ്ടതില്ല. പരിശുദ്ധ അമ്മയെ നാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നെങ്കിലും മകൾ പറയുകയായിരുന്നു, ഞാൻ എവിടെയെല്ലാം പോയോ, പരീക്ഷ എഴുതുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചാണ്. കാശുരൂപം ഞാൻ ഒരിക്കലും കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, സഹായം, എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് ഈ മകൾ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും നാം സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് യാതൊരു മെറിറ്റുമില്ല, എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അത് ഈശോ മാത്രമാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നതെന്നൊരു വലിയ വിശ്വാസത്തോടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ജോസഫച്ചൻ്റെ ഭാഷയിൽ നാം ഈ മകൾ ഇന്ന് കൊയ്തെടുത്തിരിക്കുന്നത് 60 മേനിയാണ്. വളരെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. നമുക്കറിയാം, ഈ മകൾക്ക് ഇന്ന് ക്ലാസ് ടോപ്പർ വിത്ത് ഡിസ്റ്റിങ്ഷൻ, ഈ മകളെ ഏറ്റവും വലിയ ക്ലാസ് ടോപ്പറായിട്ട് ഈ പരീക്ഷയിൽ നഴ്സിംഗിൽ മകളെ BSc നഴ്സിംഗിൽ പാസ്സാക്കി ഈശോ ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മുടെ പ്രത്യാശ ഈശോയെ പ്രാപിക്കാൻ എന്തുമാത്രം പരിശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കൽ കൂടിയാണ്.
നാം എന്തുമാത്രം വിശ്വസ്തരാണ്. ഈശോ നമ്മോട് എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അഭിലഷിച്ച് പറയുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് മാത്രമാണ്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ദാഹമുണ്ടോ? ഞാൻ ഈശോയുടെ വിശപ്പടക്കുന്നുണ്ടോ? ഈശോയെ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് കാണുന്നുണ്ടോ? ഈശോയെ പ്രതി ഞാൻ ഈശോയോട് സംസാരിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസ കൈമാറ്റം ഞാൻ നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവൃത്തികളിലും നാം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ മകൾ ത്രേസ്യാമ്മ വളരെ കൃത്യമായി ഉടമ്പടി പാലിക്കുകയും ഇവിടെ നിന്ന് പോയാലും ത്രേസ്യാമ്മ ഒരു വലിയ പ്രോമിസോടു കൂടിയാണ് പോകുന്നത്. ഇത്രത്തോളം എന്നെ കൈപിടിച്ച് നടത്തിയ അമ്മ ഒരിക്കലും എന്നെ കൈവിടുകയില്ല. ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും ഈശോയ്ക്ക് വേണ്ടി ഒരു വലിയ സാക്ഷിയായിരിക്കും. ഉടമ്പടി ജീവിതം ഞാൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വലിയ പ്രതിജ്ഞയോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ജനുവരി 13 ഇവിടെ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടിയാണ് ഈ മകൾ സഞ്ചരിക്കുന്നത്. എല്ലാ ആശ്വാസങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കൈവയ്പ്പുകൾ നമുക്കെപ്പോഴും ഒരു വലിയ സൗഖ്യവും സംരക്ഷണവുമാണ്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗം തന്നെ നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ത്രേസ്യാമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ കുടുംബത്തോടൊപ്പം ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡാലിയ ജോസ്. ഇതെൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ഞങ്ങൾ വരുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ മെക്കാലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഡിവൈൻ മേഴ്സി പാരിഷിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നെക്കുറിച്ച് ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടിയിൽ ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ സാധിച്ചു കിട്ടിയത് ആത്മീയമായ കാര്യങ്ങളായിരുന്നു. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വർഗം ഭൂമിയിലേക്ക് എറിഞ്ഞ ഒരു ചൂണ്ടയാണ് ഉടമ്പടി എന്ന് പറയും. പരിശുദ്ധ അമ്മയാകുന്ന ഈ ചൂണ്ട കൊളുത്തിൽ നമ്മൾ ഒരിക്കലും ഉടക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം നിത്യതയുടെ തീരത്ത് പരിശുദ്ധ അമ്മ നമ്മളെ എത്തിക്കും. എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ഉടമ്പടി എനിക്കത്ര ഈസിയൊന്നുമല്ല. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, പറയുന്ന നിബന്ധനകൾ പാലിക്കണം. മാനുഷികമായിട്ട് എന്നെക്കൊണ്ട് പലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിത്യതയിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മരണം വരെ ഈ ഉടമ്പടി തുടരണം എന്നാഗ്രഹിക്കുന്നതും. ഞാനൊരു നേഴ്സാണ്. ഞാനവിടെ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പം നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എനിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുന്നതും ഞാൻ എക്സാം എടുക്കുന്നതും. ഞാൻ മാതാവിൻ്റെ രൂപം കൊണ്ടുവച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എടുക്കുന്നത്. അങ്ങനെ എനിക്ക് 96% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പം ഇനി ഞാൻ പറയുന്നത് എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഉടമ്പടി എടുത്തേ. പിന്നെ എന്ത് സംഭവിച്ചാലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അതിപ്പം കുടുംബത്തിലെ കാര്യങ്ങളാണേലും എൻ്റെ പ്രൊഫഷണലാണെങ്കിലും പേഴ്സണലാണെങ്കിലും അമ്മ കൂടെയുണ്ട്. എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകമോ അങ്ങനത്തെ ഒരടയാളങ്ങളുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. എൻ്റെ ആദ്യത്തെ ഒരു ഭൗതിക കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗമായിരുന്നു. ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ ആ കട വിൽക്കാനുള്ള 2-3 വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അതിനൊരു ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉടമ്പടിയിൽ. ഇപ്പം ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പ് നവംബർ 20 അത് കോൺട്രാക്റ്റ് ചെയ്തു. പരിശുദ്ധ അമ്മ അത് ഭംഗിയായിട്ട് നടത്തിത്തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഇത് എൻ്റെ മോള് അർക്കൻസായിൽ അവിടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയപ്പം
ഞങ്ങൾ സാധാരണ പോകുമ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള സ്വർണവും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും, കാരണം വീട്ടിലൊന്നും അത്ര സേഫ് അല്ല. അപ്പം ഞാൻ എൻ്റെ ബാഗിനകത്ത്, എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് ഞാൻ എൻ്റെ സ്വർണവും എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ വേണ്ടി കയറിയപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. ഇതെല്ലാം ഉള്ള ബാഗായിരുന്നു. പക്ഷെ അതിനകത്തൊരു, ആ ബാഗിനകത്തൊരു ഉടമ്പടി പേപ്പറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ബാഗ് മിസ്സായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ബാഗ് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണത് ശരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ സ്വർണ്ണവും എല്ലാം അതിനകത്താണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു സാധനവും നഷ്ടപ്പെടാതെ എനിക്ക് എൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ കടക്കാരനെ വിളിച്ചു ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയില്ല അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഒരു 1/4 മണിക്കൂറുണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോൾ അവരവരുടെ കൗണ്ടറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബാഗ്. അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഇത് ആ കൃപാസനം പേപ്പർ അത് പൊതിഞ്ഞ്, എൻ്റെ പാസ്പോർട്ട്, സ്വർണ്ണം എല്ലാത്തിൻ്റെയും പുറത്ത് ആ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയാണ് അത് സംരക്ഷിച്ചതെന്ന്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ്, തേന്, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ തൈലം എന്നും കുരിശ് വരച്ച് കഴിയുമ്പം ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ പൂശി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതുപോലെ വിശുദ്ധ ഉപ്പിൻ്റെ ഉപയോഗം, ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. 1 മാസമായി വിളിച്ചു, പല ഫോണുകളിൽ നിന്ന് വിളിച്ചു, അവിടെ ചെന്ന് നോക്കി, ഒരിക്കലും അയാൾ ഓഫീസിലുണ്ടാകത്തില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അവസാനം ഹസ്ബൻഡ് കുറച്ച് ഉപ്പെടുത്ത്, വിശുദ്ധ ഉപ്പെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ആർക്കിടെക്റ്റ് റെസ്പോണ്ട് ചെയ്യുകയും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടത് ചെയ്തു തരികയും ചെയ്തു. പിന്നെ ഇപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ട്രംപിൻ്റെ ഡിപ്പോർട്ടേഷനും, അതുപോലെ തന്നെ അതായത് അവിടെ ഇല്ലീഗൽസിൽ ഉള്ളവരെ ഒരുപാട് ഡിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം അവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായിട്ട് ഞങ്ങളുടെ കടയ്ക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത കടകളിൽ വരെ അവർ വന്നു, ഡിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഞങ്ങളുടെ കടയിലോട്ട് മാത്രം വന്നില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ ടെക്നോളജിക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച, നാട്ടിൽ നിന്ന് സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും, അതും നേഴ്സിംഗ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന 2nd ഡിഗ്രിയാണ്, അതായത് ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അവരൊന്നുകിൽ പ്രൊഫഷണൽസാണ്, ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പഠിപ്പിക്കാനൊക്കെ കയറിയപ്പം. എൻ്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 4 മണിക്കൂർ ക്ലാസ് എടുക്കണം എല്ലാ ചൊവ്വാഴ്ചയും. പിന്നെ ക്ലിനിക്കിൽ പിള്ളേരെ കൊണ്ടുപോകണം. അപ്പം ഞാൻ കൊന്ത ചൊല്ലിയിട്ട് പോവും, പറ്റുന്നിടത്തോളം ദിവസം കേട്ടോ, എല്ലാ ദിവസവും അല്ല. അതുപോലെ പ്രാർത്ഥിച്ചെന്നും കൊന്ത കൈ പിടിക്കും. ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത ഉണ്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പം. ഈ പിള്ളേരെന്നോട് അവരുടെ മുമ്പിൽ അവർ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടാണ് അവർ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്, എന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പം നഴ്സിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റായിട്ടുള്ള ഫീൽഡല്ലേ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കറിയത്തില്ലാത്ത കാര്യം ഞാൻ വായിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം ഒന്നുകിൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യമായിരിക്കാം, എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടും. അപ്പം പിള്ളേരൊക്കെ എന്നോട് പറയും, ഓ മിസ്സിനെല്ലാം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇത് ഞാനല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമാണ്. കാരണം ഞാൻ എൻ്റെ കൊന്ത അവരെ കാണിച്ചിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. അതുപോലെ പിള്ളേരുടെ എക്സാമിനൊക്കെ വരുമ്പം
ഞാൻ എക്സാമിന് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ അവർ എന്നോട് ചോദിക്കും, മിസ്സേ പ്രാർത്ഥിക്കാൻ മറക്കല്ലോ കേട്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതുപോലെ അപ്പം എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന കോളേജിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. അതുപോലെ ഞാൻ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം, അതുപോലെ തന്നെ കോളേജിലും എനിക്ക് നമ്മൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ കോട്ടിൻ്റെ പുറകിൽ ഞാൻ ഉടമ്പടി വചനമായ എഫേഷ്യൻസ് 2:8-9 ഞാൻ ആ വചനം ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിട്ടുകൊണ്ട് പോകുമ്പം വാട്ട് ഐ മിസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അത് വായിക്കുമ്പം ഒരു ദിവസം ഒരു 2-3 പേര് എന്നോട് പറയും, നന്നായിട്ടുണ്ട് നീ എഴുതിയത്, യു ആർ ടു ബോൾഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം വചനം എന്നെക്കൊണ്ട് ചിലപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ദേഹത്തുള്ള എഴുതുന്നതിൽ നിന്ന് ആൾക്കാരത് കണ്ട് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും ഞാനൊരു മരിയൻ മിഷണറിയാണ്. അതൊരിക്കൽ ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ നിന്നാണ്. ആ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മരിയൻ മിഷണറിയാണെന്ന്. അപ്പം എനിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതുപോലെ ഹോസ്പിറ്റലൊക്കെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ രാത്രിയിൽ എൻ്റെ കൂടെയുള്ളൊരു ചേച്ചിയായിട്ട് പോയിട്ട് ഞങ്ങൾ പേഷ്യൻസിനെ കുളിപ്പിക്കാനൊക്കെ കൂടും. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും. അതുപോലെ സ്പാനിഷും ഇംഗ്ലീഷ് പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ, അതുപോലെ കോളേജിൽ എൻ്റെ പിള്ളേരെ എൻ്റെ അടുത്ത് വന്ന് എക്സാമൊക്കെ റിവ്യൂ ചെയ്യാൻ വരുമ്പം അവർക്ക് ഞാൻ പേപ്പർ കൊടുക്കും. അതുപോലെ മാതാവിൻ്റെ രൂപം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊന്തയും വാങ്ങി കൊന്ത വെഞ്ചിരിച്ച് ഇതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെനിക്ക് എൻഡ് ഓഫ് ദ സെമസ്റ്ററിൽ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് മിക്കവാറും മാതാവിൻ്റെ സ്റ്റാച്യുവോ അല്ലെങ്കിൽ കുരിശോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം. കാരണം അവർക്കറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ അവരോട് പറയുന്നതും അതാണെന്ന്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെ മദർ തെരേസ ഹോമിൽ പൈസ കൊടുക്കുക അവർക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കഴിവതും ഞാൻ മുടക്കാറില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മടുത്തിട്ടാണെങ്കിലും ഞാൻ പോകാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കഴിവതും 99% പ്രാർത്ഥന ചൊല്ലും. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായന. ചിലപ്പോൾ ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്, കുറച്ച് സമയം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോനിന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കാശുരുവന്താ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുക, അമ്മ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ ആ വിശ്വാസം ഞാനെടുത്ത ഉടമ്പടിയിലൂടെ എൻ്റെ മക്കൾക്കും ആ വിശ്വാസം കിട്ടിയതോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരാണെങ്കിലും കഴിവതും കുർബാനയിലൊക്കെ പോവും. ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ കുടുംബത്തോടു കൂടി ആത്മീയമായിട്ട് പണ്ടുള്ളതിലും ഒരുപാട് മാറ്റം ഞങ്ങൾക്ക് വന്നു. മരണം വരെ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടുത്തെ പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. I'm very grateful for the opportunity to come here and to say thank you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഐസയ 41:10. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും, എത്ര ബുദ്ധിമുട്ടുന്ന സാഹചര്യമായാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഉടമ്പടി മക്കൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു വചനമാണ് ഐസയ 41:10. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് അതാണ് ഉടമ്പടി മക്കളുടെ ധൈര്യം. മേരി ഡാലിയ ജോസ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ദൈവം നമ്മുടെ രക്ഷകനും കാത്തുപരിപാലിക്കുന്നവനുമാണ്. അതിനാൽ ആശങ്കപ്പെടാതെ, ഭയപ്പെടാതെ
നമ്മുടെ മെറിറ്റ് പോകുമ്പോൾ നമ്മൾക്കൊരു പുതിയ ശക്തി നൽകി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ മകൾ നിയോഗമായി സമർപ്പിച്ചത് ഉടമ്പടിയിൽ 3 വർഷം സ്ഥലം വിൽക്കാതിരുന്നത് സാഹചര്യമായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോഴേ അവരുടെ കാര്യങ്ങൾ സാധിച്ചു നൽകി. പിന്നീടുണ്ടായിരുന്നത് ബാഗ് മിസ്സായി പോയത്. അതും മാതാവിൻ്റെ സംരക്ഷണത്തിൽ മാതാവിൻ്റെ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സ്വർണമായിരുന്നു. ഈശോയും അമ്മയും കാത്തു പരിപാലിക്കുന്ന, കൂടെ നടക്കുന്ന, മക്കളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു സാക്ഷ്യമാണിത്. പിന്നീടുണ്ടായിരുന്നത് USA റെയ്ഡ് ഫോർ ഇല്ലീഗൽസ്. അതിൻ്റെ ട്രംപിൻ്റെ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്ന പ്രോബ്ലംസ്. സ്വന്തം കടയുടെ അടുത്ത് വരെ അവർ വന്ന് റെയ്ഡ് നടത്തി. ഇവരുടെ കടയിൽ ഇവർ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഈശോയും അമ്മയും അവിടെയും അവരെ സംരക്ഷിച്ചു. ഓരോ പ്രാവശ്യവും ഇവർ ഉടമ്പടി വസ്തുക്കൾ മുടങ്ങാതെ മറക്കാതെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ആർക്കിടെക്റ്റ് ഉടമ്പടി റെസ്പോണ്ട് ചെയ്തിരുന്നപ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാണുവാൻ പോയത്. ആ കാര്യം നടത്തി കൊടുത്തു. പ്രൊഫഷണലായിട്ട് ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെ കുട്ടികളുടെ കൂടെ സംസാരിക്കുമ്പോഴും അവർക്കും ദൈവവചനം കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ ഈ മകൾ മറന്നില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന പൂർണ്ണ വിശ്വാസവും ഉള്ള ഈ മകൾ മറ്റുള്ളവർക്കും ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനായി വളരെ ശ്രദ്ധിച്ചു. ഈ മകൾ പറഞ്ഞതുപോലെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് നിത്യതയിലെത്തുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ചൂണ്ട പോലെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കാം. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച് നിലനിർത്തട്ടെ. ഭയമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. മേരി ഡാലിയ ജോസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമ്മൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ മകൾ വിശ്വാസം മക്കൾക്കായിട്ട് പകർന്നു കൊടുക്കുന്നതാണ് ഈ മകൻ്റെ ഉടമ്പടി. ഇന്ന് ഇവർ പോകുന്നതിന് മുമ്പ് മകനും വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് മക്കളിലൂടെ ആ വിശ്വാസം മുന്നോട്ട് നയിക്കാനാണ് ഈ കുടുംബം ശ്രമിക്കുന്നത്. നമുക്കും നമ്മുടെ വരും തലമുറകളെ ഉടമ്പടി ജീവിതത്തിൽ നയിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.